إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലുള്ള മുസ്ലിമീങ്ങൾ ഇന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആരംഭിക്കുകയാണ്. ഹജ്ജ് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു തവണ നിർവഹിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ള ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ല, അവൻ്റെ ഇസ്ലാം തന്നെ ഹജ്ജ് പൂർത്തിയാക്കാതെ, ഹജ്ജ് നിർവഹിക്കാതെ അത് പൂർത്തിയാകുകയില്ല എന്ന് തന്നെ ദീനി അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും ഒരടിമക്ക് പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, മഹാനായ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും വെറുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തന്നെ ആ ഹദീസിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇസ്ലാം അദ്ദേഹത്തിന്റെ ഖൽബിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഇസ്ലാം സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയുണ്ടായി. ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി, ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കരങ്ങൾ നീട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് അതാ അദ്ദേഹം ആ കരങ്ങൾ പിന്നോട്ട് വലിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞുപോയ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും ചെയ്ത ഒരുപാട് ക്രൂരതകൾ ഓർമ്മ വന്നിട്ടുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഓ അംർ, നിനക്കെന്തു പറ്റി? ഇസ്ലാം സ്വീകരിക്കാൻ വന്നിട്ട് പെട്ടെന്ന് എന്താണ് നീ കൈവലിച്ചു കളഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു നിബന്ധനയുണ്ട്. എൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പുറത്തു തരണം എന്നൊരു നിബന്ധന എനിക്കുണ്ട്. ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു, അമാ അലിംത, ഓ അംർ, നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹ്, നീ ഇസ്ലാം സ്വീകരിച്ചാൽ നീ മുമ്പ് ചെയ്തു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരുന്നതാണ്. വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, ദീൻ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക രാജ്യത്തേക്ക് നീ പലായനം ചെയ്താൽ അല്ലാഹു തആല നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹ്, അതുപോലെ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്, ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സഹോദരങ്ങളുടെ, നമ്മുടെ വിഷയം ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹ്. ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയാണ്, അനാവശ്യമൊന്നും അവൻ അതിൽ പ്രവർത്തിച്ചിട്ടില്ല, അതിക്രമങ്ങളൊന്നും തന്നെ അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, പൂർണ്ണമായ നിലയിൽ അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹ്, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസത്തിൽ എത്രമാത്രം അവൻ പാപസുരക്ഷിതനായി, എത്രമാത്രം പാപക്കറയില്ലാത്തവനായിരുന്നുവോ അതുപോലെ അവൻ മടങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ ഹജ്ജ് നിർവഹിച്ചവർക്ക് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വർഗത്തിൽ കുറഞ്ഞൊന്നുമില്ല എന്നാണ്. സ്വർഗം തന്നെ. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്നഹ്. സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് അതവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. സ്വർഗം തന്നെയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പക്ഷെ സഹോദരങ്ങളെ, മറ്റേതൊരു ഇബാദത്തും പോലെ തന്നെ, മറ്റേതൊരു ആരാധന കർമ്മം പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിശ്ചയിച്ച ഈ ഹജ്ജിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അത് കൃത്യമായി സാക്ഷാത്കരിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ അവന് ലഭിക്കുകയുള്ളൂ എന്ന് ഓരോ ഹാജിയും, ഹജ്ജിന് വേണ്ടി തയ്യാറാകുന്ന ഓരോരുത്തരും, ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചൊരുങ്ങുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അഥവാ ഹജ്ജിൽ അടങ്ങിയിട്ടുള്ള മഹത്തരമായ പാഠങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ അത് നിർബന്ധമാക്കിയിട്ടുള്ളൂ. പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരുവന് ഭൂമിയിൽ കാണാൻ സാധിക്കുകയില്ല. പക്ഷെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ മുഹിബ്ബീങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ലെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ ഭവനത്തിൽ വന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നുകൊണ്ട് അവനെ ആവോളം ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹത്തോടുകൂടി, നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ഇബാദത്ത് ചെയ്യാനുള്ള മഹത്തായ അവസരമാണ് സഹോദരങ്ങൾ ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജിന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന്റെ ലക്ഷ്യമായ തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. തൗഹീദാണ് സഹോദരങ്ങളെ. ഹജ്ജ് നമ്മൾ ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കുക. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അതിന്റെ കർമ്മങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. അതിൽ പറയാൻ നിർദ്ദേശിക്കപ്പെട്ടതെന്ത്, ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടതെന്ത്, ഓരോന്നും നമ്മൾ പരിശോധിച്ചു നോക്കുക. പൂർണ്ണമായ തൗഹീദ് അല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ സാധിക്കുകയില്ല. ആ തൗഹീദ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഹജ്ജ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? ഹജ്ജിന് വേണ്ടി ഒരുവൻ പുറപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ഒരുവൻ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നത് ആ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ, ഉംറ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരുവൻ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ അവന്റെ ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കുകയാണ്. അവൻ രണ്ട് വസ്ത്രങ്ങളിലാണ് ആ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. എല്ലാ ബന്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ മാറ്റി നിർത്തുകയാണ്. ദുനിയാവിനോട് പൂർണ്ണമായ വിരക്തി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഓരോ പുരുഷനും ഇതാ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാ രൂപത്തിലുള്ള ആർഭാടങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി തയ്യാറാകുകയാണ്. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യമായി അവൻ പ്രഖ്യാപിക്കുന്ന, അഥവാ ഈ വാക്ക് പറയുമ്പോഴാണ് ഒരുവൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണത്? തൽബിയത്ത് എന്ന് പറയുന്നതാണ്. അവൻ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് തൽബിയത്ത് പറയുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനിതാ അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടി ഞാൻ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് സുദീർഘമായി വിശദീകരിച്ചൊരു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഫഅഹല്ല ബിത്തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് തൗഹീദ് കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ തൽബിയത്തിലുള്ളത്? എന്താണ് ഹാജിമാർ പറയുന്നതായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്? എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. സഹോദരങ്ങളെ, ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാകട്ടെ, ഹജ്ജിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്നവരാകട്ടെ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരുങ്ങിയിട്ടുള്ള ആളുകളാകട്ടെ, ഈ തൽബിയത്തിൽ അടങ്ങിയിട്ടുള്ള
മഹത്തായ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഓരോ മുഅ്മിനോടും പറയാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്? എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ നിന്റെ വിളിക്കിത ഉത്തരം നൽകിയിരിക്കുകയാണ്. ആ പറയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കേൾക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി പറയേണ്ട വാചകങ്ങളാണിത്. നീ ഹജ്ജിന് വേണ്ടി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ ഹജ്ജിന്റെ വിളി എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനിത് അതിന് ഉത്തരം ചെയ്തിരിക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ ഞാനിതാ അതിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ്. ലബ്ബൈക് നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ എന്ന് സഹോദരങ്ങളെ ഓരോ മുസ്ലിമുമോട് വിളിച്ചു പറയുകയാണ്. ലാ ശരീക ലക്, നിനക്ക് ഒരു വിധത്തിലുള്ള പങ്കുകാരുമില്ല, ഇബാദത്തുകൾ മുഴുവനും നിനക്ക് മാത്രമേ അർപ്പിക്കാവൂ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിനക്ക് തുല്യനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത, ഖേദകരമെന്ന് പറയട്ടെ, എത്രയെത്ര സഹോദരങ്ങളാണ്, എത്രയെത്ര മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ പോലും അവർ ആ വഴിയിൽ ഉള്ള മുഴുവൻ ജാറങ്ങളിലും ആ വഴിയിലുള്ള മുഴുവൻ മഖ്ബറുകളിലും പ്രവേശിച്ചുകൊണ്ട് അവർ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്ര നന്നാകാൻ വേണ്ടി ജാറത്തിൽ കിടക്കുന്ന ഔലിയ എന്ന് പറയപ്പെടുന്ന ആളുകളോട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔലിയാക്കളോട് അവർ ദുആ ചെയ്യുകയാണ്. യാത്ര എളുപ്പമാകാനായിട്ട്, അവരുടെ യാത്ര എളുപ്പമാകാനായിട്ട് അവരോട് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ ഹക്കും ജാഹും കൊണ്ടും ബറക്കത്ത് കൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നവർ. സഹോദരങ്ങളെ, എത്ര വലിയ വിരോധാഭാസമാണത്. ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൽബിയത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ പറഞ്ഞ, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ഹജ്ജി അൽ ഹജ്ജു വസ്സജ് എന്നാണ് പറഞ്ഞത്. ഹജ്ജിന്റെ ഏറ്റവും ഉത്തമമായ കാര്യം അൽ ഹജ്ജാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു റഫ്ഉസ് സൗതി ബിത്തൽബിയ, തൽബിയത്ത് കൊണ്ട് ഉച്ചത്തിൽ ചൊല്ലുക എന്നുള്ളത് ഹജ്ജിന്റെ ഏറ്റവും ഉത്തമമായ കാര്യമെന്നാണ് പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങൾ, ആ ഹജ്ജ് എന്തുകൊണ്ടാണ് അല്ലാഹു തആല അത് പറയാൻ, ആവർത്തിച്ച് പറയാൻ കൽപ്പിച്ചിട്ടുള്ളത്? അതിലൂടെ അവൻ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ലാ ശരീക ലക്, ലാ ശരീക ലക്. ആവർത്തിച്ച് അവർ പറയുന്നുണ്ട് നിനക്കൊരു പങ്കുകാരനുമില്ല എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ആ മക്കത്ത് എത്തിയിട്ട് പോലും, മദീനയിൽ എത്തിയിട്ട് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് നോക്കി യാ റസൂൽ അല്ലാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എത്ര വലിയ വിരോധാഭാസമാണ്. ഇങ്ങനെ റസൂലിനോട് പ്രാർത്ഥിക്കുന്നവർ, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നവർ, സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, സഹോദരങ്ങൾ, എങ്ങനെയാണ് തുടക്കത്തിൽ നാം കേട്ടതുപോലെ അവർക്ക് ഹജ്ജ് കൊണ്ട് സ്വർഗം ലഭിക്കുക? എങ്ങനെയാണ് കഴിഞ്ഞുപോയ അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുക? അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു ഏറ്റവും അധികം കോപിക്കുന്ന കാര്യമായ ശിർക്ക് തന്നെ അവർ നാവ് കൊണ്ട് ചെയ്യുക. എന്നിട്ട് അവർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുകയും ചെയ്യുക. എങ്ങനെയാണ് സഹോദരങ്ങൾ? എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് അത് മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അത് മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. മക്കയിലെ മുശ്രിക്കുകൾ നിങ്ങൾ നോക്കണം, അവരും ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളാണ്. ഇവിടെ പല ആളുകളും അവരുടെ ശിർക്ക് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മക്കയിലെ മുശ്രിക്കുകളെ ഇന്ന് നമുക്ക് ചുറ്റും ജീവിക്കുന്ന മറ്റേതെങ്കിലും മതക്കാരെ പോലെ ആയിരുന്നു എന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ല, മക്കയിലെ മുശ്രിക്കുകൾ ഇന്നിവിടെ ജീവിക്കുന്ന അവിശ്വാസികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിൻഗാമികളായി പിന്നീട് ശിർക്കിലേക്ക് പതിച്ചിട്ടുള്ള വിഭാഗമാണ്. അവർക്ക് അള്ളാഹുവിനെ അറിയുന്നവരാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി അറിയുന്നവരാണ്. അവർ ഹജ്ജ് ചെയ്യാൻ പോലും വന്നിട്ടുണ്ട്. അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് തവാഫും കൂടിയുണ്ട്. വസ്ത്രമില്ലാതെയൊക്കെയാണ് അവർ തവാഫ് ചെയ്യാറുള്ളത്. അതിനൊക്കെ അവർ കാരണം പറയുന്നുണ്ട്, അവർ ഹറാമായ രൂപത്തിലൊക്കെ സമ്പാദിച്ചതൊക്കെ മാറ്റിവെച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെ ഹജ്ജിന് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ അവരുടെ തൽബിയത്തിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കാനൽ മുശ്രികൂന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക്. മുശ്രിക്കുകളും പറയാറുണ്ടായിരുന്നു ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക് അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്നുള്ളത്. അവരെന്താണ് പറയാൻ പോകുക എന്നുള്ളത് റസൂലുള്ളാഹിക്ക് അറിയാം. റസൂലുള്ളാഹ് കേട്ടിട്ടുണ്ട് അവരുടെ തൽബിയത്ത്. റസൂലുള്ളാഹ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വൈലക്കും ഖദ്, നിങ്ങൾക്ക് നാശം, നിർത്ത്, അവിടെ മതി. ഇനി നിങ്ങൾ എന്തോ പറയാൻ പോകുന്നുണ്ട്, അത് പറയരുതേ, അവിടെ മതി എന്ന് പറയുകയാണ്. ഫയഖൂലൂൻ, അവർക്കറിയാം ലാ ശരീക ലക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നവർക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്നവരെ ലാ ശരീക ലക് എന്ന് പറഞ്ഞ് നിർത്തുകയുള്ളൂ എന്നവർക്കറിയാം. അതുകൊണ്ട് ശേഷം അവർ പറയുമായിരുന്നു ഇല്ലാ ശരീകൻ ഹുവലക്, അല്ല, ഒരു ശരീക്കുണ്ട്, ഒരു പങ്കാളിയുണ്ട് റബ്ബേ, ഹുവലക്, അവൻ നിനക്കുള്ളതാണ്, ആ പങ്കാളി നിന്റെ അധീനതയിലുള്ളതാണ്, ലക്ക, നിന്റെ അധീനതയിലുള്ളതാണ്, തംലികുഹു വ മലക്, ആ പങ്കാളി ഉടമപ്പെടുത്തുന്നതുമെല്ലാം നീയാണ് ഉടമപ്പെടുത്തുന്നത് റബ്ബേ. അഥവാ നീ കൊടുത്ത കഴിവ്,
നീ ഉടമപ്പെടുത്തിയതിൽ നിന്നുമാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പങ്കാളികളെ കുറിച്ച് പറയുകയാണ്. അല്ലാതെ ആ പങ്കാളികൾക്ക് സ്വന്തമായി കഴിവുണ്ടെന്നോ ആ പങ്കാളികളാണ് ആകാശഭൂമികളെ അല്ലെങ്കിൽ ആ കഅബയെ തന്നെ നിയന്ത്രിക്കുന്നതെന്നോ ഒന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസവുമില്ല. റബ്ബേ, നീ കൊടുത്ത കഴിവിൽ നിന്നും ഈ പങ്കാളികളോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പങ്കാളിയുണ്ട്, അവർക്ക് ആ ഭാഷയുടെ അർത്ഥം അറിയാം. ലാ ശരീക ലക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനോട് തന്നെയായിരുന്നു അവർക്ക് വെറുപ്പ്. അള്ളാഹു മാത്രമല്ല, മധ്യവർത്തികളായി ചിലർ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ശുപാർശകരായിക്കൊണ്ട് അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്നവരായിക്കൊണ്ട് ചിലർ വേണമെന്നുള്ളത് അവർക്കറിയാം. അത് പാടില്ലെന്നാണ് മുഹമ്മദ് പറയുന്നത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ തൽബിയത്തിൽ ചില വാക്കുകൾ തിരികെ കയറ്റുകയുണ്ടായി, മനഃപൂർവ്വം തിരികെ കയറ്റുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത വാക്കല്ല അത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി മാത്രം നിലകൊണ്ടയാളാണ്. ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റുന്നവരാണെന്ന് പറഞ്ഞ ഇവർ അതിൽ ഈ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ വഹും യതൂഫൂന ബിൽ ബൈത്ത്, അങ്ങനെ അവർ ആ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടുമുള്ള അങ്ങേയറ്റത്തെ നസീഹത്ത്, അതിനുവേണ്ടി ഇനി തയ്യാറെടുക്കുന്ന, അടുത്ത വർഷം പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഹജ്ജിന്റെ ശ്രേഷ്ഠതയും മറ്റും കേട്ട് വളരെയധികം താല്പര്യത്തോടു കൂടിയാണല്ലോ പോകുന്നത്. സഹോദരങ്ങളെ, ഈ ശിർക്ക് നിങ്ങൾ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഹജ്ജ് എന്നല്ല നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നു, അതിൽ പോലും നിങ്ങൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം റബ്ബല്ലാത്ത ആളുകളിലേക്ക് കരങ്ങൾ ഉയർത്തുന്നവർ, റബ്ബല്ലാത്ത ആളുകളെ ഭയപ്പെടുന്നവർ, സഹോദരങ്ങളെ, ഒരിക്കലും അത് ശരിയല്ല. ഹജ്ജിന്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് അത് തൗഹീദാണ്. ഇനി സഹോദരങ്ങളെ, ആ തൗഹീദിന് വിരുദ്ധമാകുന്ന കാര്യം തന്നെയാണ് നമ്മുടെ അമലുകൾ ബാത്തിലാക്കി കളയുന്ന, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള, ആളുകളുടെ പ്രശംസ പറ്റാനുള്ള പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ ആ തൗഹീദിന് കോട്ടം വരുന്ന ശിർക്കാണ്. ഒരാൾ ദീനിൽ നിന്നും പുറത്തു പോയിട്ടില്ലെങ്കിലും അവന്റെ അമലുകളെ ബാത്തിലാക്കി കളയും. അതും അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ള പാഠം ഹജ്ജിലുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അതിന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞ ഒരു വാചകമാണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫിഹാ വലാ സുമഅ. അല്ലാഹുവേ, ഒരു ഹജ്ജ്, ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഹജ്ജ്, അതിൽ ലാ റിയാഅ ഫിഹാ വലാ സുമഅ, ആളുകളെ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനോ ഉള്ള ലോകമാന്യത്തിനുള്ള ഹജ്ജ് അല്ല റബ്ബേ എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അങ്ങനെയായി തീരണം എന്നുള്ള പാഠവും ഹജ്ജിലുണ്ട്. നമ്മുടെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ആളുകളെ സഹായിക്കാൻ വേണ്ടി ശരീരവും സമ്പത്തും കൊണ്ട് നമ്മൾ പരിശ്രമിക്കുന്നതാകട്ടെ, എന്തുമാകട്ടെ, അതൊന്നും ആളുകളെ കാണിക്കാനോ ആളുകളുടെ ഇടയിൽ എനിക്കൊരു വിലയുണ്ടാകാനോ ആയിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ആ അമല് ബാത്തിലായി പോകും. നാളെ റബ്ബിന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് റബ്ബിന്റെ അടുക്കൽ ആ അമലുകളെല്ലാം ചിതറിയ ധൂളികളായി തീരുന്നത് നമ്മൾ ഖേദത്തോടെ കാണേണ്ടി വരും. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ വ്യത ആയിപ്പോയതായി നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമലുകൾ മുഴുവൻ പരിശോധിക്കുക. ഇത് റബ്ബിന്റെ വജഹ് ഉദ്ദേശിച്ച് മാത്രമാണ്. നാളെ റബ്ബിനെ കണ്ടുമുട്ടണം, അവന്റെ തിരുമുഖം എനിക്ക് കാണണം. ഇതിൽ കുറഞ്ഞ് ആളുകളുടെ പ്രശംസ കിട്ടാനായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ദുനിയാവിലും എനിക്ക് ഉപകാരമില്ല, ആഖിറത്തിൽ ഞാൻ പാപ്പരായി തീരുമെന്ന ബോധ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശം സഹോദരങ്ങളെ ഹജ്ജിന്റെ വലിയ പാഠത്തിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റണമെന്നുള്ള നിർദ്ദേശം ഹജ്ജിൽ നമുക്ക് നിഴലിച്ചു കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടുന്ന് വാഹനപ്പുറത്താണ് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. കാരണം ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത് എന്നറിയേണ്ടതുണ്ട്. അവിടുന്ന് എവിടുന്നാണ് ആരംഭിച്ചത്, എവിടെയാണ് അവസാനിപ്പിച്ചത്, എന്താണ് അവിടുത്തെ നാവിൽ നിന്നോട് പുറത്തു വരുന്നത്, എല്ലാം അവർക്ക് ഒപ്പിയെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവരോട് പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്നാണ് ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലിതഖുദു മനാസികക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദാ, നിങ്ങൾ എന്നിൽ നിന്നും കൃത്യമായി ഇതൊക്കെ പഠിച്ചോളണം. ഒരു വേള ഞാൻ അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ ഉണ്ടാവുകയില്ല, ഇനി എന്നിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ സാധിക്കുകയില്ല.
എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും അങ്ങനെ തന്നെയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാൻ കൽപ്പിച്ച അവിടുത്തെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി കൃത്യമായിട്ട് ഇബാദത്തുകളിൽ ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇബാദത്തുകളുടെ അടിസ്ഥാനം അത് നമ്മൾ കൃത്യമായി രേഖയില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾ പോലെയല്ല. ദുനിയാവിന്റെ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുവദനീയമാക്കി തന്നിരിക്കുകയാണ്. അതിൽ ഹറാമുള്ളത് മാത്രം സൂക്ഷിച്ചാൽ മതി, അതല്ലാത്തതൊക്കെ നിനക്ക് അനുവദനീയമാണ്. പക്ഷെ ഇബാദത്തിന്റെ കാര്യം നിനക്ക് പൂർണ്ണമായി നിന്നിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അമ്പിയാക്കളെ ഇറക്കിയിട്ടുള്ളത്, കിതാബ് ഇറക്കിയിട്ടുള്ളത് നിനക്ക് എങ്ങനെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ എങ്ങനെയാണ് മുൻഗാമികൾ ആ വിഷയത്തിൽ കണിശത കാണിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ യഅ്ല ഇബ്നു ഉമയ്യ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തവാഫ് ചെയ്യുകയുണ്ടായി. ഫലമ്മ കുന്തു ഇൻദ റുക്നില്ലദി യലിയൽ ബാബ് മിമ്മ യലിയൽ ഹജർ, ഹജറുൽ അസ്വദിന് ശേഷമുള്ള ആ ഒരു മുക്കിലെത്തി ഹജറുൽ അസ്വദിന് ശേഷമുള്ള മൂലയിലേക്ക് എത്തിയപ്പോൾ, നമുക്കറിയാമല്ലോ കഅബക്ക് 4 മൂലകളുണ്ട്. റുക്നുൽ യമാനിയുണ്ട്, അതിനുശേഷം ഹജറുൽ അസ്വദ് ഉണ്ട്, അതിനുശേഷം മറ്റ് 2 മൂലകൾ കൂടി അതിനുണ്ട്. ഹജറുൽ അസ്വദിന് ശേഷം കഅബയുടെ വാതിലിന് ശേഷമുള്ള ആ ഒരു മൂലയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, അഖദ്തു ബിയദിഹി ലിയസ്തലിം, അത് തൊടുന്നതിന് വേണ്ടി, സ്പർശിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഉയർത്തുകയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അമാ തുഫ്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അള്ളാന്റെ റസൂലിന്റെ കൂടെ തവാഫ് ചെയ്തവനല്ലേ? അദ്ദേഹം പറഞ്ഞു, ബല, അതെ. അദ്ദേഹം പറഞ്ഞു, ഫഹൽ റഅയ്തഹു യസ്തലിമുഹു, അള്ളാഹുവിന്റെ റസൂൽ അതിങ്ങനെ തൊടുന്നത് നീ കണ്ടിട്ടുണ്ടോ? റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദും അല്ലാതെ മറ്റൊന്നും അതിൽ സ്പർശിക്കാൻ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൊടുന്നത് നീ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൻഫുദ് അൻക ഫഇന്ന ലക ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എങ്കിൽ നീ നടന്നു പോയിക്കൊള്ളുക, നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉത്തമമായ മാതൃകയുള്ളത്, അത് നീ പിൻപറ്റുക. നീ സ്വന്തമായി കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ പിൽക്കാലക്കാർ കൊണ്ടുവന്ന എന്തെങ്കിലും കൊണ്ടുവന്ന് നീ അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, ഹജ്ജിന്റെ ഏത് കർമ്മങ്ങളാകട്ടെ, തവാഫ് 7 എണ്ണമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, 8ാമത് ഒരാൾ മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല. സഅയ് 7 എണ്ണം ചെയ്യാൻ പാടുള്ളൂ, അതിൽ അധികരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും അതെവിടെ നിൽക്കണം, എവിടെ അവസാനിപ്പിക്കണം, എപ്പോൾ തുടങ്ങണം, എല്ലാം കൃത്യമാണ്. അത് മനഃപൂർവ്വം പിന്തിപ്പിച്ചാൽ, മുന്തിച്ചാൽ ഹജ്ജ് സ്വീകരിക്കപ്പെടാതെ വരും. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും അങ്ങനെയാണ്. ഹജ്ജ് ചെയ്തു വരുന്ന വ്യക്തികൾ ഇത് പരിശോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അവൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പരിശോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇത് പ്രകാരം മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടോ? രേഖകൾ പരിശോധിക്കണം, പഠിക്കണം. അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞു പറ്റിക്കുന്ന കാര്യങ്ങളിൽ വഞ്ചിതരായിക്കൊണ്ട് തോന്നുന്നതെല്ലാം ചെയ്യുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്താൽ സഹോദരങ്ങളെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. നിങ്ങൾക്കറിയില്ലേ, അറഫ ദിനത്തിലാണ്, അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ വളരെയധികം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ആയത്ത് ഇറക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആയത്ത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. പിൽക്കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു യഹൂദി വന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അത് ഞങ്ങൾ യഹൂദികൾക്കാണ് അത് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ആ ദിവസം ആഘോഷിക്കുമായിരുന്നു, ഒരു പെരുന്നാൾ അങ്ങാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആ ആയത്ത്? ആ യഹൂദി ഈ ആയത്ത് ഓതി. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ആ ആയത്ത് ഇറങ്ങിയ ദിവസവും ഇറങ്ങിയ സ്ഥലവും എനിക്കറിയാം, അത് അറഫ ദിവസത്തിൽ ആ അറഫയിൽ നിൽക്കുമ്പോഴാണ് ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ്.
സഹോദരങ്ങളെ, ഈ ആയത്തിന് തെളിവുപിടിച്ച് മഹാന്മാരായ ഇമാം മാലിക് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആരെങ്കിലും ദീനുൽ ഇസ്ലാമിൽ നന്മയാണെന്ന് പറഞ്ഞൊരു പ്രവൃത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അന്നേ ദിവസം ദീൻ പൂർത്തിയാക്കി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് അന്നുണ്ടാകണമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ്. നഊദു ബില്ലാഹ്, റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നന്മയായിട്ടുള്ള ഒരു കാര്യം റസൂല് പറയാതിരുന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ ചിലവരൊക്കെ പറയാറുണ്ടല്ലോ, റസൂൽ അങ്ങനെ പറയണമെന്ന് നിർബന്ധമുണ്ടോ, റസൂൽ കാണിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് നന്മ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് പറയാതെ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നല്ല കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ഇബാദത്തുകൾ മുഴുവനും സുന്നത്തനുസരിച്ചായിരിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, തഖ്വ പാലിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുന്നതിലൂടെയും വിലക്കുന്നതിലൂടെയും നോക്കൂ, ഇഹ്റാമിൽ പോലും ഒരുപാട് കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഇഹ്റാമിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലമറക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ ആണിനും പെണ്ണിനും പാടില്ല, രോമം നീക്കാൻ പാടില്ല. ഇതൊക്കെ നേരത്തെ അനുവദനീയമായ കാര്യമാണ്. അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കുകയാണ്, മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. റബ്ബിന് ചില ഇങ്ങനെയുള്ള നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ തഖ്വയോടുകൂടി അവൻ സൂക്ഷിച്ച് ജീവിക്കും. അങ്ങനെയുള്ള മഹ്ദൂറാത്തുകളൊന്നും, ഇഹ്റാമിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളൊന്നും തന്നിൽ വീഴരുത് എന്ന് ആ സമയത്തേക്ക് അവൻ പേടിച്ച് ജീവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇതുപോലെയാണ് നിന്റെ ജീവിതം. ഇതിൽ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ നിനക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നീ ജീവിതത്തിന്റെ അവസാനം വരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ തഖ്വ സംഭരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് വതസവ്വദു, ഹജ്ജിന്റെ വേണ്ടിയിട്ടുള്ള പാതയങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. വേണ്ട കാര്യങ്ങളൊക്കെ, ഭൗതികമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. എന്നാൽ ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ സ്വീകരിക്കുന്ന പാതയങ്ങളിൽ ഏറ്റവും ഖൈറായത് നിങ്ങൾ തഖ്വയുള്ളവരാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബലികർമ്മം നടത്താൻ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ ബലികർമ്മം നടത്തുമ്പോൾ അതിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ലല്ലോ. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, പക്ഷെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തഖ്വയോടുകൂടി ചെയ്താൽ ആ തഖ്വ അള്ളാഹുവിലേക്ക് എത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് തഖ്വയോടുകൂടി ചെയ്യാൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. മുത്തഖീങ്ങളായി ജീവിതത്തിൽ മുഴുവനും ഹലാൽ ഹറാമുകൾ സൂക്ഷിച്ച് ജീവിക്കാൻ ഓരോ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരും ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാലാമതായി മനസ്സിലാക്കുക, ദിക്ർ നിലനിർത്തുക എന്നുള്ളതാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത, ദിക്റുകൾ, അത് നാവിലൂടെയും നമ്മുടെ പ്രവർത്തനത്തിലൂടെയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഹജ്ജിന്റെ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തൽബിയത്തിലൂടെയും മറ്റുമൊക്കെ അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അവൻ ജംറയിൽ കല്ലെറിയുന്നത് വരെ ദുൽഹിജ്ജ 10 വരെ ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ദിക്റുകൾ ഈ ദിവസങ്ങളിൽ അവൻ നാവ് കൊണ്ട് ശീലമാക്കിയിട്ട് പിന്നീട് നാട്ടിലേക്ക് എത്തിയിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് സ്മരണ ഇല്ലാത്തവനായി പോകാൻ പാടില്ല. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് തൽബിയത്തിന്റെ അർത്ഥമായിക്കൊണ്ട്. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഞാൻ സ്ഥിരമായി റബ്ബേ നിനക്ക് ഉത്തരം ചെയ്തു കൊള്ളാം എന്ന കാര്യം അതിലുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഇത്രയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിയ ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് തിരിച്ച് നാട്ടിലെത്തിയാൽ കേവലം മീറ്ററുകൾ മാത്രമുള്ള, അല്ലെങ്കിൽ 1-2 കിലോമീറ്ററുകൾ മാത്രമുള്ള മസ്ജിദുകളിലേക്ക് പോകാതെ അവന്റെ വീടുകളിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും അള്ളാഹു അവനെ ക്ഷണിക്കുന്ന സമയത്ത്, നിസ്കാരത്തിന് ക്ഷണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവന് കിടന്നുറങ്ങാൻ സാധിക്കുക? എങ്ങനെയാണ് അവന് ഫജ്ർ നഷ്ടപ്പെടുത്താൻ സാധിക്കുക? എങ്ങനെയാണ് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധനായിക്കൊണ്ട് ദുനിയാവിന്റെ പുറകിൽ ഓടാൻ അവന് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയല്ലേ, ഉത്തരം ചെയ്തുകൊണ്ടല്ലേ ഇത്രയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് നീ പോയത്. എന്നിട്ട് ഇത്രയും അടുത്തുള്ള നിനക്ക് അല്ലാഹു നിർബന്ധിച്ച കാര്യങ്ങൾ നിനക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? അല്ലാഹു പഠിപ്പിക്കുന്ന കാര്യമാണത്. ഇത്രയും കിലോമീറ്ററുകൾ വന്ന് ഇവിടെയൊക്കെ ഇബാദത്ത് ചെയ്തു, നിനക്ക് തൊട്ടടുത്ത് അല്ലാഹു നിനക്ക് നിർബന്ധമാക്കിയ പല കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് നിനക്കത് സാധിക്കുന്നില്ല? അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അല്ലാഹുവിന്റെ ദിക്ർ അത് പൂർണ്ണമായി നിലനിർത്തുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ ഒരു ചെറിയ രൂപമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ ഹജ്ജിന് വേണ്ടി പോകുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും ഖബറിൽ നിന്നും അവരവരുടെ
ആ വസ്ത്രമില്ലാത്ത രൂപത്തിലാണ് അള്ളാഹു മഹ്ശറിലേക്ക് അവരെ പറഞ്ഞയക്കുക. അതുപോലെ ഇവിടെ കഅബയിലേക്ക് അടുത്തു പോകുന്ന, ഹറമിലേക്ക് പോകുന്ന ഓരോ പുരുഷനും സഹോദരങ്ങളെ, അവന്റെ വസ്ത്രം 2 വസ്ത്രം മാത്രമാണ്. ഖബറിലേക്ക് വച്ച ആ മയ്യിത്തിന്റെ വസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഓരോ ഹാജിയും ധരിച്ചിട്ടുള്ളത്. ഖിയാമത്ത് നാളിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ ഉള്ളത്. ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കേണപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല അതുകൊണ്ട് തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഖിയാമത്ത് നാളിനെ കുറിച്ച് പരാമർശിച്ച് കാണാൻ സാധിക്കും. നിങ്ങൾ സൂറത്തുൽ ഹജ്ജ് എന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാഹു തആല അതിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാഹു തആല ഹജ്ജ് എന്ന് പറയുന്ന സൂറത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. അതുപോലെ സൂറത്തുൽ ബഖറയിൽ ഹജ്ജിന്റെ വിധിവിലക്കുകളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അവനിലേക്ക് മടങ്ങേണ്ടവനാണ്, മഹ്ശറയിലേക്ക് എത്തേണ്ടതാണ് എന്ന് അല്ലാഹു തആല കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ മഹ്ശറയിൽ എത്തുന്നത് ഇതുപോലെ ഒന്നായിരിക്കും. ഒരുപാട് ആളുകൾ ഇതുപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ ജീവിച്ചു മരിച്ചുപോയ ആളുകളെല്ലാം ഒരുമിപ്പിക്കുന്ന വലിയൊരു മഹ്ശറയുടെ മൈതാനിയിൽ ഞാൻ നാളെ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ് എന്ന ബോധ്യത്തോടുകൂടി ആ ബോധ്യം ഹജ്ജിന്റെ വേളയിൽ ഓരോ വേളയിലും അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു മഹ്ശറ ഉണ്ടാകാനുണ്ട്. ഞാൻ ചെയ്ത നന്മ തിന്മകൾ കൃത്യമായി അല്ലാഹു തആല വിചാരണ ചെയ്യും എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് പോയ മുഴുവൻ വിശ്വാസികൾക്കും ആഫിയത്തോടുകൂടി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹജ്ജ് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റു പല തടസ്സങ്ങളാൽ മുടങ്ങിയിരിക്കുന്ന മുഴുവൻ പേർക്കും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠത നൽകിയ 10 ദിവസങ്ങളിലാണ് നാം ഉള്ളത്, അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ. സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അല്ലാഹു തആല സൂറത്തുൽ ബുറൂജിൽ പറഞ്ഞു, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങൾ തന്നെയാണ് സത്യം, ആകാശവും അതിലുള്ള നക്ഷത്രമണ്ഡലങ്ങൾ തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, അള്ളാഹു വാഗ്ദാനം ചെയ്ത, അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള ആ വഅദ് ചെയ്തിട്ടുള്ള ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമഷ്ഹൂദ്, അതിന് സാക്ഷികളായും സാക്ഷ്യപ്പെടുത്തുന്നവരായും ചിലരുണ്ട്, അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സൂറത്തു അൽ ബുറൂജിൽ അല്ലാഹു തആല ആരംഭിച്ചത് അതിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും. ഇവിടെ അൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞത് യൗമുൽ ഖിയാമയാണ്. ഖിയാമത്ത് നാളിനെ കൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്തത്. വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരഭിപ്രായമായി പറഞ്ഞത് യൗമു അറഫയാണ്, അറഫ ദിവസത്താണ്. അല്ലാഹു തആല അറഫ ദിവസത്തിന്റെ ശ്രേഷ്ഠത കാരണത്താലാണ് അറഫ ദിവസത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അറഫ ദിവസം ദുൽഹിജ്ജ 9 ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. ഒന്നാമതായിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ 4 മാസങ്ങളിലെ ഒരു ദിവസമാണ്. അഥവാ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും, ഇതാണ് 4 ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ. അതിൽ ഒരു മാസത്തെ ദുൽഹിജ്ജയിലെ ഒരു ദിവസമാണിത്. രണ്ടാമത് അതിൽ തന്നെ സഹോദരങ്ങളെ, ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ശേഷമുള്ള 20 ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള, അല്ല മുഴുവൻ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. അതിലൊരു ദിവസമാണ് ദുൽഹിജ്ജയിൽ 9 എന്നുള്ളത്. ഇതുകൂടാതെ ദുൽഹിജ്ജ 9 സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന, അടിമകളെ മോചിപ്പിക്കുന്നതായ മറ്റൊരു ദിവസവുമില്ല എന്നുള്ളതാണ്. വ ഇന്നഹു ലയദ്നു, ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അടുത്തേക്ക് വരുന്നതാണ്. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അല്ലാഹുവിന്റെ മലായികത്തുകളോട് അഭിമാനപൂർവ്വം അല്ലാഹുവിന്റെ അടിമകളെ നോക്കിക്കൊണ്ട് പറയും, മാ അറാദ ഹഉലാ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ചില റിവായത്തിൽ കാണാൻ സാധിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മലായികത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവർ ഇതെല്ലാം വിട്ടേച്ചുകൊണ്ട് ഈ അറഫ മൈതാനിയിൽ വന്ന് എന്തിനാണ് അവർ കരങ്ങൾ ഉയർത്തുന്നത്? അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഈ ദിവസത്തിൽ അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യാത്തവരായ നമ്മളെപ്പോലെയുള്ളവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ധാരാളം ദുആ ചെയ്യേണ്ട ഒരു ദിവസമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്നാണ്. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അറഫാ ദിവസത്തിൽ നിങ്ങൾ ദുആ ചെയ്യുന്ന ദുആയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിവസത്തിൽ ദുൽഹിജ്ജ 9 ഞായറാഴ്ച ദിവസം സഹോദരങ്ങളെ, നമുക്ക് സാധിക്കുന്ന എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് വേണ്ട ദുനിയാവിലും ആഖിറത്തിലും വേണ്ട മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടി മാറിയിരുന്നു കൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അസറിന് ശേഷം മാത്രമല്ല, ആ ദിവസം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ആത്മാർത്ഥമായി അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും ഖൈറുള്ള ദിവസമാണെന്ന ബോധ്യത്തോടു കൂടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പുള്ള മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും ഖൈറായത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിവസത്തിൽ ഏറ്റവും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്റാണത്. ഈ ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റാണിത്. അല്ല, മുഴുവൻ അമ്പിയാക്കളും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാനായി എനിക്ക് തൗഫീഖ് നൽകിയിട്ടുള്ളത്. ആ ബോധ്യത്തോടു കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ മാത്രമാണ്. ലാ ശരീക ലഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ വചനം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാം പറയുന്ന ഏറ്റവും ഖൈറായ വാക്യമാണ് എന്നുള്ളതാണ്. ഈ ദിവസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഖൈറായിട്ടുള്ളത് ഈ ദിക്റുകൾ ഓതുക, ഈ ദിക്റുകൾ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ധാരാളം നമ്മൾ ദുആ ചെയ്യുക, അതിനിടയിലൊക്കെ ഈ ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇനി സഹോദരങ്ങളെ, ദുൽഹിജ്ജ 9 വേറെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം 10 ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം, അതിന്റെ ഏത് സമയത്തും നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മൾ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടവരാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ദുൽഹിജ്ജ 9 മുതൽ അഥവാ ഞായറാഴ്ച മുതൽ അതിന്റെ ഫജ്ർ മുതൽ സഹോദരങ്ങളെ, ഓരോ നിസ്കാരത്തിന് ശേഷവും തക്ബീറുകൾ പ്രത്യേകമായിട്ടുണ്ട്. കൂട്ടത്തോടെയല്ല, നമ്മൾ ഓരോരുത്തരും തക്ബീറുകൾ ചൊല്ലുക. പുരുഷന്മാർ ഒച്ചത്തിൽ തന്നെ ചൊല്ലുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫജ്ർ, ദുൽഹിജ്ജ 9 ഫജ്ർ മുതൽ സഹോദരങ്ങൾ അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 അസ്ർ വരെയുള്ള ഓരോ നിസ്കാര ശേഷവും പ്രത്യേകമായ തക്ബീറുകളുണ്ട്. തക്ബീറു അൽ മുഖയ്യദ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന പ്രത്യേകമാക്കപ്പെട്ട തക്ബീർ എന്ന് പറയുന്ന തക്ബീറുകളാണ്. ഇത് നമ്മൾ ചൊല്ലണം, മറന്നുപോകാൻ പാടില്ല. അതല്ലാത്ത സമയത്ത് നമ്മൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നോക്കൂ സഹോദരങ്ങളെ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറഫാ ദിവസത്തിൽ എടുക്കുന്ന നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന നോമ്പ്. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ല വസ്സനതല്ലതി ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയതും നിങ്ങൾക്ക് വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ദുൽഹിജ്ജ 9 വരുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഈ 10 ദിവസങ്ങളിൽ 9 ദിവസങ്ങളിലും നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദുൽഹിജ്ജ 9 നോമ്പിന് പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഇത്രയും പ്രത്യേകതയുള്ള, ഇത്രയും ഫദ്ലുള്ള മറ്റൊരു സുന്നത്ത് നോമ്പുമില്ല. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ഫദ്ലുള്ള നോമ്പ് എന്ന് പറയുന്നത് അറഫ നോമ്പാണ്. കഴിഞ്ഞുപോയ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല ഒരു നോമ്പ് കൊണ്ട് പുറത്തു തരികയാണ്. വരാനിരിക്കുന്ന വർഷത്തിന്റെ പാപങ്ങൾ പുറത്തു തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു സംരക്ഷണം കൊടുക്കും. പാപങ്ങളിൽ നിന്നുമൊക്കെ പരമാവധി അവന് സംരക്ഷണം നൽകും. ഇനി വല്ലതും സംഭവിച്ചു പോയാൽ അല്ലാഹു അവന് തൗബ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുമെന്നുള്ളതാണ്. എത്ര വലിയ തൗഫീഖാണത്! എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന വലിയ തൗഫീഖാണ്. ഒരുപാട് ആളുകൾക്ക് അത് ലഭിക്കുകയില്ല. പാപങ്ങൾ ചെയ്തുകൊണ്ടങ്ങ് മരണപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുന്നവർ ഈ ദിവസം നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളമായി ദുആ ചെയ്യുക. ദുആ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഈ ദിവസത്തിൽ ഒരാൾക്ക് ദുആ ചെയ്യാൻ നോമ്പ് തടസ്സമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കിയാൽ പോലും തരക്കേടില്ല എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുആയുടെ ശ്രേഷ്ഠത എന്താണ്? അതുകൊണ്ട് കേവലം ദുആ എടുത്ത് ഉറങ്ങുക എന്നുള്ളതല്ല. ചിലർക്ക് നോമ്പെടുത്ത് ഉറങ്ങുക എന്നുള്ളതല്ല. ചിലർക്ക് നോമ്പെടുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം ഉറങ്ങിക്കളയും. അങ്ങനെയല്ല, ഈ ദിവസം ഹയാത്താക്കേണ്ടതാണ്. നോമ്പെടുത്തുകൊണ്ട് സാധിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുകയും ദിക്റുകൾ ചൊല്ലുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരായ ആളുകൾക്ക് ആഫിയത്തോടുകൂടി ഹജ്ജ് ചെയ്ത് ഒരു പ്രയാസവും ഇല്ലാതെ തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.